നമസ്കാരം. ഇന്നത്തെ ദിവസം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് 2020 ലോകകപ്പ് നേടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളിയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അഭിമാനവുമായി മാറിയ സഞ്ജു സാംസണെ കമ്പയർ ചെയ്തുകൊണ്ട് സഞ്ജു സാംസണും രാഹുൽ മാക്കൂട്ടത്തെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. ഒരു രണ്ടുപേരും നല്ല ക്വാളിറ്റിയുള്ള വ്യക്തിത്വത്തിന് ഉടമകളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ ഇട്ടിരുന്നത്. ഏതായാലും നമ്മൾ മുൻകൂട്ടി കാണാനോ അല്ലെങ്കിൽ പ്രവാചകനോ ഒന്നും അല്ലെങ്കിൽ പോലും ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ 100% അച്ചിട്ടമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സഞ്ജു സാംസന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സഞ്ജു സാംസൺ വളരെ അഗ്രസീവായ ഒരു കളിക്കാരനായതുകൊണ്ട് ഇന്നിപ്പോൾ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു കളിക്കാരനായി സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു. നമ്മൾ ഇന്നിപ്പോൾ പ്രത്യേകം എടുത്ത് പറയുന്നത്, ആ വീഡിയോയിലൊന്ന് പരാമർശിച്ചത് സഞ്ജു സാംസണെ രാഹുൽ മാക്കൂട്ടത്തെയും ഏകദേശം ഒരേ ജോഡികളായിട്ടായിരുന്നു അന്ന് അവതരിപ്പിച്ചിരുന്നത്. അത് കൃത്യമായിട്ടും 100% അച്ചിട്ടമാകുന്ന രീതിയിലേക്കാണ് ഇന്നിപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയം വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ദിവസമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഇപ്പോഴുള്ള സംഭവവികാസങ്ങൾക്ക് ശേഷം ഇന്ന് പാലക്കാട് രാഹുൽ മാക്കൂട്ടം സ്മൈൽ ഭവനം പദ്ധതിയുടെ ആദ്യത്തെ വീട് ഇന്ന് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നൽകിയ ദിവസം കൂടിയാണ്. താക്കോൽ ദാനം ഇന്ന് നൽകിയിരുന്നു. ഏതാണ്ട് 12 വീടുകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. കാരണം യുവ MLA ആണ്. വളരെ ഷോർട്ട് ടൈം പീരീഡിൽ പാലക്കാട് നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ഒരു MLA ആയതുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലഘട്ടമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ടുള്ളൂ. എങ്കിൽ പോലും കൂടെ കേരളത്തിൽ മറ്റേതൊരു MLA-മാർ, മണ്ഡലത്തിലെ MLA-മാർ നൽകിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായിട്ട്, അത് പ്രതിപക്ഷത്തുള്ള ഒരു MLA ആയിരുന്നിട്ട് കൂടി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കുറച്ചൊക്കെ പ്രതിസന്ധികൾ ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് അനുഭവിക്കേണ്ടി വന്നു എങ്കിൽ കൂടിയും ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി സ്മൈൽ പദ്ധതിയിൽ അദ്ദേഹം ഒരു 12ഓളം വീടുകൾ പണിയുന്നു. 5 വീടുകളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ആദ്യത്തെ വീട് ഇന്ന ദിവസം അദ്ദേഹം അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൈമാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓഡിറ്റോറിയങ്ങൾ പണിയുന്നു. അതുപോലെ തന്നെ മറ്റു പല വികസന പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നു. അതിനേക്കാളെല്ലാം ഉപരി രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വലിയൊരു കോക്കസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പല വിഭാഗങ്ങളിൽ, ആ വലിയൊരു കോക്കസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നതാണ് SSPയുടെ കാര്യം. ആ SSPയുടെ ഭാഗമായിട്ട് പല ഘടകങ്ങളുണ്ട്. അതിൽ ഒരു മുന്നണി പോരാളിയായിട്ട് ഈ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന വിഭാഗത്തിന് തലയ്ക്ക് കിട്ടിയ ഒരു അടി പോലെയായിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KB ഗണേഷ് കുമാറിൻ്റെ ഭാര്യ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവണമെന്ന് കരുതുന്നു. KB ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ ഭാര്യ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവവികാസങ്ങൾ, അത് സോഷ്യൽ മീഡിയയിൽ അത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് അവർ കൃത്യമായിട്ടും പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് കൃത്യമായിട്ടും വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് 2 ദിവസം മുമ്പ് ഈ KB ഗണേഷ് കുമാറിനെ അരുതാത്ത സാഹചര്യത്തിൽ, അതായത് അവർ കിടന്നുറങ്ങുന്ന കിടപ്പറയിൽ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള അവിഹിത വേഴ്സ് നേരിട്ട് കാണാനിടയാവുകയും അത് അവർ മൊബൈൽ പകർത്തുകയും അത് വിവരം അറിഞ്ഞ KB ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അല്ലെങ്കിൽ KB ഗണേഷ് കുമാറിൻ്റെ ഗുണ്ടകൾ എന്ന് തന്നെ പറയാവുന്നവർ അവരെ ശരീരത്തെ തടയാൻ ശ്രമിക്കുകയും അവരുടെ കയ്യെ പിടിച്ച് വലിക്കുകയും അവരുടെ മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ KB ഗണേഷ് കുമാർ അവരുടെ മൊബൈൽ ടാപ്പ് ചെയ്യുന്നു എന്നുള്ള വിവരണങ്ങളും അവർ പുറത്തേക്ക് വിടുകയും അവരുടെ കുടുംബജീവിതത്തിൽ വന്നിരിക്കുന്ന പരാജയങ്ങളും പ്രശ്നങ്ങളും അവർ ഒന്നൊന്നായിട്ട് വെളിപ്പെടുത്തുകയും KB ഗണേഷ് കുമാറിനെ പറ്റി ഇവിടെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന പല സംഭവവികാസങ്ങളും അയാളുടെ മുൻ ഭാര്യ യാമിനി തങ്കച്ചിയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും അത്തരം വിഷയങ്ങളൊക്കെ എന്താണെങ്കിലും ആ വിഷയത്തെപ്പറ്റി അവരിന്ന് പൊതുമണ്ഡലത്തിൽ വളരെ കൃത്യമായിട്ട് പറയുകയും എന്താണെങ്കിലും ഇന്നിപ്പോൾ അത് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയും, അതായത് രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ കോക്കസിൻ്റെ തന്നെ തലയ്ക്ക് കിട്ടിയ ഒരു അടി പോലെയായിരിക്കുകയാണ് ഇന്നത്തെ ആ ഒരു സംഭവവികാസം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇന്നത്തെ ദിവസം രാഹുൽ മാക്കൂട്ടത്തിൻ്റേതാണ്. അദ്ദേഹം ഇന്ന് പത്രക്കാർക്ക് കൊടുത്തിരിക്കുന്ന ബൈറ്റുകൾ ഏകദേശം ഇതിനോടകം ടോട്ടലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് 3 മില്യൺ ജനങ്ങൾ ആ ബൈറ്റുകൾ വീക്ഷിച്ചിട്ടുണ്ട്.
വ്യൂസ് അത് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കൈമാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മില്യൺ, അതായത് ഒരു 30 ലക്ഷത്തോളം പേരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഇന്ന് ഒറ്റ ദിവസത്തെ ബൈറ്റ് പ്രസ്താവനകളും എല്ലാം ഷെയർ ചെയ്ത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു ജനപിന്തുണ, ഒരു അംഗീകാരം, അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹം ഒന്ന് തിരിച്ചറിയുക. എന്താണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ ഒരു പ്രശ്നത്തെപ്പറ്റി നിരന്തരം മാസങ്ങളായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, അതായത് രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ കോക്കസിൻ്റെ ഭാഗമായിട്ട് മുന്നണി പോരാളികളായിട്ട് വന്നിരുന്ന പല വ്യക്തിത്വങ്ങളും മുഖ്യധാര മാധ്യമങ്ങൾക്ക് കൂടി അത്രയും ആർജവത്തോടു കൂടി അവർ ഇത്തരം വാർത്തകൾ പുറത്തേക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു പരിധി വരെയെങ്കിലുമൊക്കെ ആയിട്ട് പറയേണ്ടതായ ഗതികേടിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എടുത്ത് ചോദിക്കാനുള്ളത്, അന്നൊക്കെ സ്ത്രീ സംരക്ഷക, സ്ത്രീ പരിവേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയിരുന്ന ഒരു 4-5 സ്ത്രീകളുണ്ടായിരുന്നു ഇപ്പോൾ രംഗത്തേക്ക് വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ ആരുടെയും ഫേസ് ഇപ്പോൾ കാണുന്നില്ല. എന്തുകൊണ്ട് ഇവർക്കാർക്ക് പ്രതികരിക്കാൻ തോന്നുന്നില്ല? പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മാനസപുത്രി എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് വായിൽ കേക്ക് വെച്ച് കൊടുക്കുകയും പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ ഇങ്ങോട്ട് കേക്ക് വെച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം പുത്രി എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെയാണ് പൊതുസമൂഹം കാണുന്നത്. അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ മാനസപുത്രി എന്ന ലേബലിലൊക്കെ അറിയപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നൊരു നടിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് പൊതുപ്രവർത്തകരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് ഇറങ്ങിയിരുന്ന ഒരു നടി. ആ നടിയെ ഇപ്പം ഈ വിഷയത്തിനകത്തൊന്നും പ്രതികരിച്ച് കാണുന്നില്ലല്ലോ. KV ഗണേഷ് കുമാറിൻ്റെ ഇത്രയും നീചമായൊരു പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അതിന് 10-1 പോലും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് അവരുടെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്ത്രീ പുരുഷ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിരുന്ന ചില കാര്യങ്ങളാണെങ്കിൽ KV ഗണേഷ് കുമാറിൻ്റെ വിഷയം എന്ന് പറയുന്നത് പല ഭാര്യമാരെ മാറ്റി ഇപ്പോഴുള്ള ഭാര്യ, അത് ഔദ്യോഗിക ഭാര്യയുടെ കിടപ്പുമുറിയിൽ തന്നെ മറ്റൊരു സ്ത്രീനെയും കൊണ്ട് നടത്തിയ അവിഹിതത്തെ പറ്റിയുള്ള വിഷയമാണ്. ആ ഭാര്യ തന്നെയാണ് കൃത്യമായിട്ട് പൊതുമണ്ഡലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പ്രതികരിക്കാൻ എന്തുകൊണ്ട് ഈ നടിക്കൊന്നും ഇപ്പോൾ വായി നാക്കില്ലേ എന്നുള്ളത് പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ നടിയോടൊപ്പം തന്നെ ഒരു കോഴിക്കോട്ട് നിന്നുള്ള ഒരു സാഹിത്യകാരി, അതുപോലെ കോൺഗ്രസിൻ്റെ സാഹിതീ സംഘത്തിൻ്റെ നേതാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവിധ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ IAS കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീ രത്നം ഉണ്ടായിരുന്നു. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ നിരന്തരം പത്രസമ്മേളനം വരെ നടത്തി ആക്ഷേപിച്ചുകൊണ്ടിരുന്ന, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു മഹതി. ആ മഹതിയുടെ ഒന്നും ഒരു അഡ്രസ്സ് ഇപ്പോൾ കാണാനില്ലല്ലോ. ആ മഹതിക്ക് ഇത്തരം വിഷയത്തിനകത്തൊന്നും സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ KV ഗണേഷ് കുമാർ കാണിച്ചിരിക്കുന്ന ഈ വൃത്തികേടിനെതിരെ പ്രതികരിക്കാനായിട്ട് തോന്നുന്നില്ല. KV ഗണേഷ് കുമാറിൻ്റെ ഭാര്യ സ്ത്രീയല്ലേ, അവർക്ക് നീതിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് വാദിക്കാൻ തോന്നുന്നില്ല? ഇനി മറ്റൊരാളാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തക, അതായത് ശരിക്കും പറഞ്ഞാൽ ഞാനേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് മാധ്യമങ്ങളിലൂടെ വാരിക്കോരി എഴുതിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടും മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന് ഭയങ്കരമായിട്ട് ഡയലോഗ് വിട്ടുകൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. അവരാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സന്ദേശമൊക്കെ എടുത്ത് പൊതുമണ്ഡലത്തിലേക്കൊക്കെ എറിഞ്ഞു കൊടുത്തിരുന്ന, അതായത് രാഹുൽ മാക്കൂട്ടം പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്കുണ്ടായ കുട്ടികൾ സ്വർഗത്തിലിരുന്ന് കരയുന്നു, അമ്മ ഭൂമിയിലിരുന്ന് കരയുന്നു, ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യുകയും ആ മെസ്സേജുകൾ പൊതുമണ്ഡലത്തിൽ വിതരണം ചെയ്യുകയും ആ മെസ്സേജ് മുഖ്യമന്ത്രിയുടെ ചായക്കോപ്പയിൽ വരെ കൊടുത്ത് ആ മുഖ്യമന്ത്രിയെ കൊണ്ട് ചായക്കോപ്പ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒരു സന്ദേശമാക്കി പിടിപ്പിച്ചുകൊണ്ട് ആ സന്ദേശം വിതറുകയൊക്കെ ചെയ്ത മാധ്യമ പ്രവർത്തക എന്ന് പറയുന്ന ആ സ്ത്രീക്ക് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി പ്രതികരിക്കാനായിട്ട് തോന്നുന്നില്ല? ഇപ്പോൾ ഇത് രാഹുൽ മാക്കൂട്ടത്തെ മാത്രം നന്നാക്കിയാൽ മതിയോ? അതിൻ്റെ 10 ഇരട്ടി ഗൗരവമുള്ള ഈ ഒരു വിഷയം, KV ഗണേഷ് കുമാറിൻ്റെ വിഷയം എന്തുകൊണ്ട് പ്രതികരിക്കാനായിട്ട് നിങ്ങൾക്കാർക്കും തോന്നുന്നില്ല? ഇനിയും മറ്റൊരാളാണല്ലോ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രിക ഇമോജി കണ്ടു കഴിഞ്ഞപ്പോൾ രാഹുലിൻ്റെ ഇമോജി കണ്ടപ്പോൾ തലകറക്കം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടും സാഹിത്യകാരിയാണ്, ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികയാണ്, ഭയങ്കര എഴുത്തുകാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശപ്പെടുന്ന ആ ഇടതുപക്ഷ സഹയാത്രികയ്ക്ക് എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിനകത്ത് പ്രതികരിക്കാൻ തോന്നുന്നില്ല? ഈ KV ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ശരിക്കും പറഞ്ഞാൽ വനിതയല്ലേ, അല്ലെങ്കിൽ സ്ത്രീയല്ലേ? അവർക്ക് നീതി വേണ്ടേ? ആ KV ഗണേഷ് കുമാറിന് മാന്യത വേണ്ടേ?
എന്തുകൊണ്ട് ആ കാര്യത്തിനകത്തൊന്നും പ്രതികരിച്ച് കാണുന്നില്ല? ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രാഹുൽ മാക്കൂട്ടത്തെ മാത്രം നന്നാക്കിയാൽ മതിയോ? കെ വി ഗണേഷ് കുമാറിനെ നന്നാക്കേണ്ടതില്ലേ? എന്തുകൊണ്ടാണ് ആ ഇടതുപക്ഷ സാഹിത്യകാരി, ഇടതുപക്ഷ സഹയാത്രിക ഇമോജി കാണുമ്പോൾ തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് ആ സാഹിത്യകാരിയൊക്കെ ഇപ്പം എവിടെ പോയി? എന്തുകൊണ്ട് നാവ് ഇപ്പം പൊന്തുന്നില്ല? ഇനി മറ്റൊരാളാണുള്ള നിങ്ങളുടെയൊക്കെ ഒരു ലീഡറായിട്ട് കേരളത്തിലും വിദേശത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളെയൊക്കെ നയിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഡോക്ടറേറ്റൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടറാണ് എന്നൊക്കെ പറയുന്ന മറ്റൊരു സ്ത്രീ, അതായത് രാഹുൽ മാക്കൂട്ടം പാലക്കാട് തോൽപ്പിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ വന്ന എതിർ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായിരുന്നുകൊണ്ട് അവർ കേരളത്തിലും അതോടൊപ്പം തന്നെ വിദേശങ്ങളിലും ഇരുന്നുകൊണ്ട് അവർ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ നിരന്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആ സ്ത്രീ സംരക്ഷകയായിട്ട് നിന്നുകൊണ്ട്, സ്ത്രീ സംരക്ഷകയുടെ വാക്താവായിട്ട് നിന്നുകൊണ്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടറൊക്കെ ആണെന്ന് പറയുന്ന ആ സ്ത്രീ എനിക്ക് എന്തുകൊണ്ട് ഈ കാര്യത്തിനകത്തൊന്നും പ്രതികരിക്കാനായിട്ട് തോന്നുന്നില്ല? ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ എത്ര ദിവസങ്ങളായി? 3 ദിവസങ്ങളായിട്ട് യാതൊരു അനക്കവും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയോട്. ആ കാര്യം രാഹുൽ മാക്കൂട്ടം തന്നെ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ എടുത്ത് ചോദിക്കേണ്ടതില്ല. ഒരു മെയിൽ പരാതിയുടെ പേരിൽ പോലും കൂടെ ഒരു ജനപ്രതിനിധി ആയിട്ടും അതോടൊപ്പം തന്നെ ജാമ്യം കിട്ടി എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ച് പോകുന്ന ഒരു വ്യക്തിയെ പാതിരാത്രിയിൽ പോലും കൂടെ ഹോട്ടലിൽ റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആ മുഖ്യമന്ത്രിക്ക് ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം, ഒരു മന്ത്രിയുടെ ഭാര്യ, അത് മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് ക്ലിഫ് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഭവനത്തിൽ ഈ മന്ത്രി അനാശാസ്യം നടത്തിയിട്ട് എന്തുകൊണ്ട് ആ മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളോട്, അതുപോലെ തന്നെ മറ്റൊരു മന്ത്രിയുടെ ഭാര്യയുമായ മുഖ്യമന്ത്രിയുടെ മകളും മറ്റൊരു മന്ത്രിയുടെ ഭാര്യയുമായ വീണ വിജയനോട്, അല്ലെങ്കിൽ വീണ റിയാസിനോട്, ഈ മന്ത്രിയുടെ ഭാര്യ തന്നെ ആ സ്പോട്ടിൽ അന്ന് ആ സംഭവം ഉണ്ടായ അന്ന് തന്നെ വിവരങ്ങൾ വിളിച്ചറിയിച്ചിരുന്നല്ലോ. എന്തുകൊണ്ട് വീണ വിജയൻ അല്ലെങ്കിൽ വീണ റിയാസ് ഇത് നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എന്തുകൊണ്ട് സ്വന്തം പിതാവായ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സ്വന്തം പിതാവിനെയോ അതും അല്ലെങ്കിൽ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിനെയോ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയിച്ചില്ല? അത് ഗുരുതരമായ ഒരു വീഴ്ചയല്ലേ? കാരണം ഇത്തരം വിഷയത്തിനകത്തൊരു സ്ത്രീ സംരക്ഷക എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാൻ അവർ ബാധ്യതപ്പെട്ട ഒരു സ്ത്രീയല്ലേ? എന്തുകൊണ്ട് വീണ വിജയൻ അല്ലെങ്കിൽ വീണ റിയാസ് എന്തുകൊണ്ട് ആ കാര്യത്തിനകത്ത് പ്രവർത്തിച്ചില്ല, പ്രതികരിച്ചില്ല? ഗുരുതരമായ തെറ്റല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തത്? നിങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ നികുതി പണം കൊണ്ടല്ലേ നിങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലും മറ്റൊരു മന്ത്രിയുടെ ഭാര്യ എന്ന നിലയിലും നിങ്ങളൊക്കെ ആർമാദിച്ച അല്ലെ ആർഭാട ജീവിതം നയിക്കുന്നത് ഈ പൊതുസമൂഹത്തിൻ്റെ പണം കൊണ്ടല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊതുസമൂഹത്തിലുള്ള ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് വാദിക്കാനായിട്ട് പറ്റില്ല? നിങ്ങളെ എന്തുകൊണ്ടാണ് ഒരു മന്ത്രിയുടെ ഭാര്യയായിരുന്നിട്ട് കൂടി നിങ്ങളെ എന്തുകൊണ്ട് അവരെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചത്? എന്തുകൊണ്ടാണ്? അവർക്ക് നീതി കിട്ടും എന്നുള്ളൊരു പ്രത്യാശയോട് കൂടി തന്നെയല്ലേ അവർ സ്വാഭാവികമായിട്ട് ഒരു മന്ത്രിയുടെ ഭാര്യയായിരുന്നിട്ട് കൂടി അവർക്ക് വന്നിരിക്കുന്ന തിക്താനുഭവം മുഖ്യമന്ത്രിയുടെ മകളെ ധരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു പരിധിവരെ ഇല്ലേ? നിങ്ങൾ ഔദ്യോഗിക സ്ഥാനത്തല്ലെങ്കിൽ പോലും നിങ്ങളൊരു മുഖ്യമന്ത്രിയുടെ മകളാണ്, ആഭ്യന്തരമന്ത്രിയുടെ മകളാണ്, മറ്റൊരു മന്ത്രിയുടെ ഭാര്യയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ നിയമപരമായിട്ട് അറിയിക്കേണ്ടിടത്ത് അറിയിക്കേണ്ടതല്ലായിരുന്നു? ഈ രാഹുൽ മാക്കൂട്ടത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ രാഹുൽ മാക്കൂട്ടത്തെ നന്നാക്കാനായിട്ടൊക്കെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ എല്ലാവരും എന്തുകൊണ്ട് ഇതിനകത്തൊന്നും പ്രതികരിച്ച് കാണുന്നില്ല? എവിടെ ഡിവൈഎഫ്ഐക്കാരൊക്കെ ഇന്ത്യ പൊതിച്ചോറും കൊണ്ട് കെ ബി ഗണേഷ് കുമാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലാത്തത്? രാഹുൽ മാക്കൂട്ടത്തെ എൻ്റെ 1ാം പീഡന കേസിനകത്ത് രാഹുൽ മാക്കൂട്ടം കാഞ്ഞങ്ങാടോ കാസർഗോഡോ എവിടെയോ വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിവൈഎഫ്ഐക്കാരൊക്കെ പൊതിച്ചോറുമായിട്ട് പാഞ്ഞ് ചെന്നിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പം പൊതിച്ചോറൊന്നും വേണ്ടേ? ഡിവൈഎഫ്ഐക്കാർക്കൊന്നും പ്രതികരണശേഷി ഇല്ലാതെ പോയോ? തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ മാത്രമാകുമ്പോൾ അത് തെറ്റല്ലാണ്ടാകുന്നുണ്ടോ? രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന നിഴൽ പരാതികളാണ് കോടതികൾ പോലും തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ എത്രയോ ഗൗരവം കൂടിയൊരു വിഷയമായിട്ട് കൂടി ഇക്കാര്യത്തിനകത്ത് നിങ്ങൾക്കാർക്കും പ്രതികരിക്കാൻ തോന്നാത്തത് എന്താണ്? ഇതൊക്കെ പൊതുസമൂഹം ചോദിക്കുന്നൊരു ചോദ്യം തന്നെയല്ലേ? എന്താണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആ SSP എന്ന വിഭാഗത്തിന് എന്താണെങ്കിലും തലയ്ക്ക് കിട്ടിയ ഒരു അടി എന്ന് തന്നെ ഇത് പറയേണ്ടി വരും. ഇതിനേക്കാളെല്ലാം ഉപരി രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതിമാനായ മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിച്ച ഗണേഷ് കുമാറിന്
ഗണേഷ് കുമാറിൻ്റെ കിങ് പിന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾക്കും കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അടി തന്നെയാണിത്. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ കേരളം കണ്ട ഏറ്റവും മഹാനായ മുഖ്യമന്ത്രി, ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകളെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് കെ.വി. ഗണേഷ് കുമാറിൻ്റെ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ കെ.വി. ഗണേഷ് കുമാറിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പിനി ആയിരുന്ന ഒരു സ്ത്രീനെ കൊണ്ട്, അതായത് സോളാർ നായിക എന്നറിയപ്പെടുന്ന ആ സ്ത്രീയെ കൊണ്ട് ഒരു പീഡന പരാതി എഴുതി മേടിപ്പിക്കുകയും ആ പരാതിയുടെ പേരിൽ ഉമ്മൻചാണ്ടി എന്ന മഹാനായ വ്യക്തിയെ മാനസികമായി തകർക്കുകയും അയാളെ കേസിൽ കൊടുക്കുകയും CBI അന്വേഷണം പോലും കൂടെ നടത്തിക്കാനായിട്ട് ശ്രമിക്കുകയും CBI അന്വേഷണം പോലും നടത്തിച്ച് അദ്ദേഹത്തെ നാണക്കെടുത്തി മാനം കെടുത്തി അതിനുവേണ്ടി ഒത്താശ ചെയ്ത ഈ കിങ് പിന്നും അതോടൊപ്പം തന്നെ ചില കോൺഗ്രസ്സിലെ തന്നെ അപൂർവം ചില നേതാക്കളും കൂടെ കൂടി ഉമ്മൻചാണ്ടിയെ ഒതുക്കി ഇല്ലാതാക്കി അദ്ദേഹത്തെ രോഗശയ്യയിലാക്കി അവസാനം മണ്ണിനടിയിലാക്കിയതിൻ്റെ ആ പ്രധാന മുന്നണി പോരാളിയായിട്ട് നിന്ന് പ്രവർത്തിച്ചത് ഈ ഗണേഷ് കുമാർ ആണ് എന്നുള്ളത് കൊണ്ടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു ശാപം അത് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അതായത് നീതിമാനായ ആ മനുഷ്യനോട് ചെയ്ത ക്രൂരതയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണേഷ് കുമാറിനും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ SSPയുടെ ഭാഗമായിട്ടുള്ളവർക്കും കൃത്യമായിട്ടുള്ള ഒരു അടി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത ദിവസം വരുന്നുണ്ട്. എന്താണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടത്തെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുത്ത് UDF ക്യാമ്പിൽ നിലനിർത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പിണറായിസ്റ്റ് ഭീകര ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തനായ യുവ നേതാവായി രാഹുൽ മാക്കൂട്ടം മാറിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ദിവസമാണ്. രാഹുൽ മാക്കൂട്ടത്തെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സോഷ്യൽ മീഡിയ, ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകരും സോഷ്യൽ ആക്ടിവിസ്റ്റുകളുമായിട്ടുള്ള കുറച്ച് പേര് കൂടി കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരണങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.